ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ റവ പത്തിരി കേട്ടോ. നിങ്ങളാരെയും ഉണ്ടാക്കി നോക്കിക്കണോ? ഇപ്പം റവ കൊണ്ട് പത്തിരി ഇടാൻ പറ്റും. അപ്പോൾ ലേശം റവ എടുത്ത് നമ്മളെ ആവശ്യത്തിനുള്ള റവ എടുക്കുക. എത്ര ആളാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. നമ്മളിപ്പോൾ കുറച്ചാണ്ട് എടുക്കുന്നുണ്ട്. തേങ്ങ ഇടുക. തേങ്ങ കുറച്ചധികം ഇടണം തക്കളെ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇതറിയില്ല, അതുകൊണ്ട് ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് തേങ്ങ ഇട്ട് ഒരു ഗ്ലാസിൻ്റെ മേലെ റവ എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വെച്ചാലും അവരിക്കുക. നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഇട്ട് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാട്ടത്. കറിയൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ്. നമ്മളൊന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതല്ലേ സാർ, അതിൽ കുറച്ച് ചൂടുവെള്ളം പാർന്ന് ഒന്ന് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യുമേലാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഉണ്ടാവും നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ, പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിക്കണേ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല മഴയാണ് അല്ലേ, പെരും മഴ പെയ്യുന്നുണ്ട്. ഇന്ന് കറണ്ട് ഉണ്ടാവില്ല വിചാരിച്ച അരി കിട്ടിയില്ല. അപ്പോൾ നോക്കുമ്പോൾ കറണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ലേശം റവ എടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് നമുക്കതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതാ ഞാനൊരു കട്ടി വെച്ചിട്ടുണ്ട്, ഒരു പാന അവിടെ വെച്ചിന്. ഇതങ്ങനെ വെളിച്ചെണ്ണേൻ്റെ ഒരു കവറ് പിന്നെ പൊളിച്ചെടുത്തിട്ട് ഇതിലാട്ടോ പരത്തിന്. കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്ക് കണ്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ, കനല്ലാതെ. അങ്ങനെ പത്തിരി പരത്തണതിൽ നമ്മൾ അരിപ്പത്തിരിയൊക്കെ അങ്ങനെ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, ആ രീതിക്ക് തന്നെയാണ്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് എന്തോ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പം നിങ്ങൾക്ക് മഴയൊക്കെ ആണെങ്കിൽ അരി ഒന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ അരി ഇല്ല, പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഉണ്ടില്ലേ? ഇനി നമുക്ക് ചുട്ട് തിരിച്ചു മറിച്ചിട്ട് പത്തിരി ചുടണ മാതിരി, അരിപ്പത്തിരി ചുടണ മാതിരി ചുട്ടിട്ടാൽ മതി. അപ്പോൾ അതാ തിരിച്ചിട്ടിട്ടാ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ഇതിൻ്റെ മേലെ ഒട്ടി കൊടുക്കട്ടോ. കൊടുക്കണമെന്നൊന്നുമില്ല, ചട്ടിയിൽ നിന്ന് ഇട്ടും ഒന്ന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ ഇറച്ചി വരട്ടിയതുണ്ടെങ്കിൽ നല്ലതാണ്, മീൻ കറി ഉണ്ടെങ്കിൽ നല്ലതാണ്. മീൻ മൊഴിട്ടത്, അരച്ച് വെച്ചതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കൽ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട പത്തിരിയാണേ. ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അതാ പിന്നെ അരി ഇടാതെ നമ്മൾ പത്തിരി ചൂടുന്ന അതേ രീതിക്ക് തന്നെ ആദ്യം ഒന്ന് മറിക്കുക, പിന്നെ ചൂട് വരുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ചാൽ മതി. ഇതിങ്ങനെ ആ ചട്ടകം വെച്ചൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ പൊള്ളി വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്താണ് പത്തിരി ചട്ടിയിലും ചൂടാട്ടോ. പിന്നെ എന്താ മൺചട്ടിയില്ലേ, അതിലും ചൂടാൻ പറ്റും. അടുപ്പത്ത് വെച്ച് നമ്മൾ മഴയൊക്കെ കാരണം പെട്ടെന്ന് ഇങ്ങനെയും ചൂടാൻ പറ്റും, ഏത് രീതിക്കും ചൂടാൻ. ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബാക്കിയും കൂടി ചുട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത് ചുട്ടെടുത്ത് പിന്നെയും ലേശം എണ്ണ ഒഴിച്ച് ഇനി ഇതൊക്കെ ഒന്ന് അതുപോലെ തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കുക. നെയ്യോ വെളിച്ചെണ്ണയോ തേക്കുക. ഇപ്പോൾ കറിയൊന്നും വേണമെന്നില്ല, കറി ഉണ്ടെങ്കിലും നല്ലതാണ്. ഇനി എണ്ണ തേക്കാതെയും ചൂടാട്ടോ.
ഇങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം. അപ്പോൾ അത് നമ്മളെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് പത്തിരി ചൂടാണ്. നമ്മൾ ഇവിടെ തിന്നല തുടങ്ങിയിരിക്കണ് സീനു. ഉണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാ അവള് പറയുന്നത്. ഇതിങ്ങനെ കടിച്ച് തിന്ന് അത് അവള് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് തിന്ന് ഉണ്ടാവും ഒക്കെ എല്ലാം ഇഷ്ടമായി. തിന്നു ഇരുന്ന് ചായ ആട്ടി കൊടുത്തു. കട്ടൻ ചായ ഇട്ടോ. ചായ പിന്നെ ഏതായാലും മതി കേട്ടോ. പാല് ചേർന്ന് നമുക്ക് പാലില്ലാത്തതുകൊണ്ട് കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അതാ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ കൂടെ നിർത്തുക. നിങ്ങളെ കൂടെ ഉള്ള ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മളെ ചാനൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എല്ലാവരും കൊണ്ട് കണ്ടോളി. ഫോണെടുത്ത് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.